രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങൾ കഴുകി വെച്ചേക്കുന്നത് ഈ വെള്ളം അബ്സോർവ് ചെയ്യുന്ന ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാത്രങ്ങൾ വെക്കുന്നുണ്ട്. വെള്ളം അവിടെ ഫ്ലോറിലൊന്നും നമ്മുടെ അവിടെ വെള്ളം ഇങ്ങനെ തളം കെട്ടി കിടക്കത്തില്ല. ആ മാറ്റിലങ്ങ് അബ്സോർവ് ആയിക്കോളും. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം രാവിലെ ആലു പൊറോട്ട ഉണ്ടാക്കിയതിൻ്റെ ഉരുളൻകിഴങ്ങ് ബാക്കിയുണ്ടായിരുന്നു പുഴുങ്ങിയതിൻ്റെ. അപ്പം ചപ്പാത്തിക്ക് ഞാൻ ചിന്തിച്ചു ആ ഉരുളൻകിഴങ്ങിന്ന് നമ്മൾ ഈ പൂരി മസാല ഉണ്ടാക്കത്തില്ലേ, ആ മസാല പോലെ ഒന്നുണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ഉരുളൻകിഴങ്ങെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തു. ഇതിലേക്കൊരു 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് ഇതിലേക്ക് കറിവേപ്പിലിട്ട് പൊട്ടിച്ചിട്ട് ഈ സവാള ഇട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പം സവാളയ്ക്ക് ഒന്ന് വാടി വന്നാൽ ഒത്തിരി അങ്ങ് വഴരണ്ട, കുറച്ചൊന്ന് പച്ചപ്പ് മാറിയുണ്ടേ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. വേറൊന്നും ചേർത്തില്ല. എന്നിട്ട് നമ്മൾ അരിഞ്ഞ ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്തിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടത് മസാലയുടെയൊക്കെ പച്ചമണം പോയണേ തവിയും കൊണ്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ അതിലേക്ക് ഇത്തിരി മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വറ്റ മീൻ കുട്ടി വറ്റകൾ കിട്ടിയായിരുന്നു. അത് ഞാനൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. അന്ന് 150 രൂപയ്ക്ക് 17 എണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ 2 പാർട്ടാക്കി വെച്ചു. അപ്പോൾ ഇപ്പം എടുത്ത് ഇതൊന്ന് വറക്കാനായിട്ട് മസാല പുരട്ടി വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതിന് വൈകിട്ടത്തേക്കിന് മതി. അതുകൊണ്ട് മസാല പുരട്ടി ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് നന്നായി ഒന്ന് വെട്ടി കഴുകിയെടുക്കട്ടെ. ഇത് നല്ല മാംസമുള്ള ഇതായിരുന്നു. വറുത്തിട്ടും നല്ല ടേസ്റ്റായിരുന്നു. അതങ്ങനെ ചുരുക്കമായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ മസാല പുരട്ടാനായിട്ട് ഞാനിതിലേക്കൊരു 2 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതിലേക്ക് മസാല പുരട്ടി നന്നായിട്ട് ഞാനൊന്ന് കുറച്ച് നേരം അതൊന്ന് ഞാൻ പറഞ്ഞാൽ വൈകിട്ടത്തേക്കിന് മതിയെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചിരിക്കും. അപ്പം കടലമാവ് ഇങ്ങനെയുള്ള വലിയ മീനൊക്കെ ഒന്ന് വറക്കുമ്പോൾ ഇച്ചിരി കടലമാവോ ഗോതമ്പൊടിയോ എല്ലാം പുരട്ടുവാണെങ്കിൽ അത് ഇച്ചിരി നല്ല കോട്ടിങ്ങായിട്ട് കവർ ചെയ്ത് മീനൊക്കെ വറക്കുമ്പോൾ നല്ലൊരു ഇതായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമായതുകൊണ്ട് ഞാൻ അതെടുത്തൊന്ന് വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ തലയോടുകൂടിയാണ് മീൻ വറക്കുന്നത്. തല വേണ്ടാത്തവർക്ക് ഞാനതങ്ങ് കട്ട് ചെയ്ത് മാറ്റും. ഇവിടെ പ്രൈസമ്മോന് അതിൻ്റെ കണ്ണ് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീനെല്ലാം വറുത്തെടുത്തു. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ടേ.